അങ്ങനെ രാവിലെ മോർണിംഗ് ടാസ്കിൽ നമ്മുടെ ഫാബുമോൻ ഗസ്റ്റായിട്ട് വന്നേക്കുന്ന ഫാബുമോൻ സീസൺ 1 വിജയ് ഫാബുമോൻ മത്സരാർത്ഥികളോടെല്ലാം സംസാരിക്കുകയാണ്. അതിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ ബിഗ് ബോസിലെ ഫെയിം ഉപയോഗപ്പെടുത്തി പുറത്ത് ചെയ്യുന്നതിന് ശേഷം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം ഇവർ കേട്ടിരുന്നു. അതിനുശേഷം മത്സരാർത്ഥികളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തു. പലരും ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഈ ചോദ്യങ്ങളെല്ലാം വളരെ ബാലിശമായിട്ടൊക്കെ തോന്നിയത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം, അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. ഒരു ഗെയിം ഷോയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംഭവങ്ങളും ഇവരാരും ചോദിച്ച ചോദ്യത്തിൽ അതില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇത്രയും അഭിനേതാക്കളെ എന്തിനു കൊണ്ടുവരണം? കോമണറായിട്ടുള്ള ആൾക്കാർക്കല്ലേ അവസരം കൊടുക്കേണ്ടത്? ചുരുങ്ങിയത് ഒരു 5 പേരെങ്കിലും വേണ്ടേ? കോമണറായിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാർ ഒരു 5 പേരെയെങ്കിലും കൊണ്ടുവരണ്ടേ? ഇത്രയും അഭിനേതാക്കൾക്ക് എന്തിന് അവസരം കൊടുക്കണം? അവർ അഭിനയിച്ച് മെഴുകുകയല്ലേ എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മുട്ടുന്ന ഫാബുമോനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ കാര്യത്തിനും ഉത്തരം നൽകുന്ന ഫാബുമോൻ, സീസൺ 1 വിന്നറായ ഫാബുമോൻ കണ്ടം വഴി ഓടുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഫാബുമോൻ ഉത്തരവില്ല. ഫാബുമോൻ പറഞ്ഞു ഇതിനൊന്നും ഉത്തരം പറയാനിരിക്കില്ല, ഇല്ലേ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്തുന്നു പറയുന്നത് പോലെ ആയിപ്പോയി എന്ന് തോന്നുന്നു. ഏതായാലും അനീഷിനെതിരെ ഏതായാലും സംഘടിതമായി നീങ്ങും എന്ന് നമുക്കറിയാമല്ലോ. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെ നീങ്ങുകയാണ്. കാരണം അവിടെ അഭിനേതാക്കളായ ഷാനവാസ്, അനിമോള്, അതുപോലെ ബെന്നി ഇവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ സംഘടിതമായി നീങ്ങും എന്ന് ഏകദേശം ഉറപ്പാണ്. അനീഷ് ചോദിച്ചത് കാതലായൊരു ചോദ്യം തന്നെയാണ്. അനീഷിൻ്റെ ചോദ്യത്തിന് കണിഞ്ഞാണിടാനൊന്നും ആർക്കും പറ്റില്ല. അനീഷ് ചോദിച്ചത് കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ? സാധാരണക്കാർക്കല്ലേ അവസരം കൊടുക്കേണ്ടത്? അതുപോലെ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ. അപ്പം ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന നമ്മളെ നിത്യപരിചിതരായ ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു, പലപ്പോഴും തോന്നുന്നുണ്ട്, ഈ സെലിബ്രിറ്റികളുടെ ജീവിതം കാണാനും ഇതൊക്കെയാണ് നമുക്ക് സാധാരണക്കാർക്കെല്ലാം താല്പര്യം. ഈ സാധാരണക്കാർ കുറച്ച് പേര് ബിഗ് ബോസിൽ വന്ന് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു മഹത്വവും കൽപ്പിക്കാറില്ല. പക്ഷേ അനീഷ് ചോദിച്ച കാര്യങ്ങളിൽ ഒരു 5 പേരെങ്കിലും മിനിമം കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഏതായാലും ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട ചോദ്യം ഫാബുമോനല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ പറ്റില്ലേ? പലരും വിമർശിക്കുന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് പോലുള്ള ഒരു പരിപാടിയിൽ ഒരു ടാസ്ക് എങ്ങനെ തനിക്ക് അനുകൂലമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത് എത്തുന്നു എന്നാണ് അനീഷ് നോക്കുന്നത്. കാരണം ഇത് പ്രൊമോയിലേക്ക് വരും, ലൈവ് കാണുമ്പോൾ നമുക്കൊരു, അല്ലാതെ ഇവരെല്ലാം കൂടി ഇന്ന് കാര്യം കൊച്ചു വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് കാണുന്നവർക്കും കൂടി ഇഷ്ടപ്പെടണം. അത് കൃത്യമായിട്ട് അനീഷ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്.